rahmatullahi ta'ala wa barakatuh. Bismillahirrahmanirrahim. Alhamdulillah. As-salatu was-salamu ala sayyidinal mursalin wa ala alihi wa sahbihi ajma'in. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാർ, എൻ്റെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നവസമൂഹത്തിൽ മൂല്യച്യുതി നേരിടുമ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചിന്തകളും തിരശ്ചിനകളും നമ്മെ പ്രബോധിപ്പിക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സമൂഹത്തിൽ യുവത്വത്തിന്റെ പങ്കുകൾ എന്താണ്, സമൂഹത്തിൽ യുവത്വത്തിന്റെ മൂല്യങ്ങൾ എന്താണെന്നൊക്കെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മൂല്യച്യുതി നേരിടുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കാരണങ്ങൾ നാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ എല്ലാ യുവാക്കളെയും അല്ല എല്ലാ മനുഷ്യരെയും സംസ്കരിക്കാനാവൂ എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ്. അതാണ് ഇമാം ബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ലൗ ഉതീതു ബിശാബിൻ മിൻ ശബാബി ശിഅതി ലാ യതഫഖഹു ഫിദ്ദീനി ലഅതബ്തുഹു. അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ പാണ്ഡിത്യമില്ലാത്ത, അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ അറിവില്ലാത്ത ശിഈ വിഭാഗത്തിൽപ്പെട്ട യുവാക്കളെ ഞാൻ കാണുകയാണെങ്കിൽ അവരെ ഞാൻ സംസ്കാരം പഠിപ്പിക്കുമേ, അവരെ ഞാൻ അറിവ് പഠിപ്പിക്കുമേ. ഇമാം സാദിഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ലസ്തുഹിബ്ബു അൻ റശാബ മിൻകും ഇല്ലാ ഗാദിയൻ ഫീ ഹാലൈനി. രണ്ട് അവസ്ഥകളിലായിട്ടല്ലാതെ നിങ്ങളിൽ നിന്നുള്ള യുവാക്കളെ കാണാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏതൊക്കെയാണത്? ഇമ്മാ ആലിമൻ ഔ മുതഅല്ലിമാ. ഒന്നുകിൽ ആലിമാവണേ അല്ലെങ്കിൽ ഒരു മുതഅല്ലിമാവണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തഅല്ലമ ഫീ ശബാബിഹി കാന ബിമൻസിലത്തി റസമി ഫിൽ ഹജർ. ആരെങ്കിലും യുവത്വകാലത്തിൽ ഇൽമിനെ പഠിക്കുകയാണെങ്കിൽ അതൊരു കല്ലിൽ കുത്തിയിട്ടതുപോലെയാണ്. വമൻ തഅല്ലമ വഹുവ കബീറുൻ കാന ബിമൻസിലത്തിൽ കിതാബി അലാ വജ്ഹിൽ മാ. ആരെങ്കിലും വലുതായതിനു ശേഷം ഇൽമിനെ പഠിക്കുകയാണെങ്കിൽ അതൊരു വെള്ളത്തിന്റെ പ്രതലത്തിൽ എഴുതിയിട്ടതുപോലെയാണെന്ന് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഇന്നത്തെ യുവസമൂഹം പ്രത്യേകിച്ച് ലഹരിയിൽ, മദ്യം എന്ന കൺസെപ്റ്റിൽ നിന്ന് മാറി അതിനേക്കാൾ ഭയാനകവും മാരകവുമായ MDMA പോലത്തെ പല ലഹരി വസ്തുക്കളും ഇന്ന് നവസമൂഹത്തിൽ നിസാരവൽക്കരിക്കപ്പെടുകയാണ്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ എന്നുള്ളൊരു കത്തി പോലെയാണ്. നമ്മളതിനെ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. പക്ഷേ ഇന്ന് തെറ്റായ സന്ദേശങ്ങൾ തരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചിന്താശേഷിയുള്ള യുവാക്കൾക്ക് അവരുടെ യഥാർത്ഥ കാഴ്ചപ്പാടുകൾക്ക് കോട്ടം വരുത്തി തീർക്കുകയാണ്. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബു ശബത്താഇബാ. തൗബ ചെയ്യുന്ന യുവാക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ട്. മാ മിൻ ഷൈഇൻ അഹബ്ബ ഇലല്ലാഹി തആല മിൻ ശാബിൻ താഇബ്. തൗബ ചെയ്യുന്ന യുവാക്കളെക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട വേറൊരു കാര്യവുമില്ല. വമാ മിൻ ഷൈഇൻ അബ്ഗള ഇലല്ലാഹി തആല മിൻ ശൈഖിൻ മുഖീമിൻ അലാ മആസി. തന്റെ തെറ്റിലായിട്ട് തന്നെ നിലനിൽക്കുന്ന വൃദ്ധരോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ദേഷ്യമെന്ന് മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ألا ليت الشباب يعود يوما فأخبره بما فعل المشيب. ആ യുവത്വകാലം എന്നിലേക്കൊന്ന് മടങ്ങി വന്നായിരുന്നെങ്കിൽ എൻ്റെ നരപ്രായം ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഞാൻ ആ യുവത്വകാലത്തോട് പറഞ്ഞു കൊടുക്കുമെന്നൊരു ബൈത്തുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, അലി റളിയല്ലാഹു പറയുന്നുണ്ട്, ശൈആനി ലാ യഅരിഫു ഫളലുഹുമാ ഇല്ലാ മൻ ഫഖദഹുമാ. രണ്ട് വസ്തുവിന്റെ കാര്യം, അതിന്റെ ശ്രേഷ്ഠത അതിനെ നഷ്ടപ്പെടുത്തിയവരല്ലാതെ മനസ്സിലാക്കുകയില്ല. അശ്ശബാബു വൽ ആഫിയ. അത് ശബാബും യുവത്വവും ആഫിയത്തുമാണെന്ന് അലി റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ യുവത്വം അല്ലാഹുവിലേക്ക് സമർപ്പിച്ച് ജീവിക്കാൻ നാഥ തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.